Dear students, welcome to Learner's World. In this video, I'm going to talk about model question paper analysis, Kaleidoscope Songs and Stories of Our World for semester at Calcutta University, Common English, Part 2. In our previous video, we discussed about first section of the model question paper. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്, അതുപോലെ ലോങ് എസ്സേ ആണ്. പാരഗ്രാഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യന് 5 മാർക്കാണ് കിട്ടുന്നത്. 100 വേർഡ്സിലാണ് എഴുതാനുള്ളത്. സീലിംഗ് 35 ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡിഡ് ഓൾ ഗോഡ്സ് പിറ്റി ഒഡീസി? ഇത് ഹോമറിൻ്റെ ഒഡീസി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വർക്കിൽ ഉള്ള ക്വസ്റ്റ്യനാണ്. അറ്റ് എ ഡിവൈൻ കൗൺസിൽ on Mount Olympus, Athena, the goddess of wisdom, pleads with her father Zeus to take pity on Odysseus and allow him to return home. It is Odysseus' undying loyalty to his wife that causes Athena to take pity upon him. She calls him a poor, mournful man and helps him to fulfill his steadfast desire to return home. Next question, നോക്കാം. Explain nostalgia as an important theme in Kyoto. In Kyoto and the Old Pond by Basho. അപ്പോൾ ഈ ഒരു പോയത്തിൽ നിന്നുള്ള പോയല്ല ഹൈക്കു ആണ് ഇൻ ക്യോട്ടോ എന്ന് പറയുന്നതും ഓൾഡ് പോണ്ട് എന്ന് പറയുന്നതും. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ്. നൊസ്റ്റാളജി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് തീമുമായിട്ട് വരുന്നുണ്ട് ഇൻ ക്യോട്ടോയിൽ. അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻസർ നോക്കാം. Nostalgia is an important theme in Kyoto by Basho. It is a haiku that expresses a sense of longing and nostalgia for the city of Kyoto. Here the poet is already in Kyoto, but the cuckoo's call evokes a sense of nostalgia for home. This longing could be for an imagined home, a lost past, or an unattainable ideal. അപ്പോൾ ഇതിൽ ഈ ഒരു ഹൈക്കൂൽ ഇൻ ക്യോട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഹൈക്കൂൽ നൊസ്റ്റാൾജി ഒരു ഇമ്പോർട്ടൻറ്റ് തീമായിട്ട് വരുന്നുണ്ട്. ഇതിൽ നമ്മുടെ പോയറ്റ് ഓൾറെഡി ഇൻ ക്യോട്ടോയിലാണ് ഉള്ളത്. പക്ഷേ തൻ്റെ ആ ഒരു ഹോം ഒരു നൊസ്റ്റാൾജി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആ കുക്കുവിൻ്റെ ശബ്ദം കേൾക്കുന്ന സമയത്ത് ഒരു നൊസ്റ്റാൾജിയ, തൻ്റെ ഹോമിലോട്ടുള്ള ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ഈ ഒരു ഹൈക്കൂലെ നൊസ്റ്റാൾജി ഒരു ഇമ്പോർട്ടൻറ്റ് തീമാണെന്ന് നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. സംതിങ് ഹാസ് ട്രൈ ടു കിൽ മീ ആൻഡ് ഹാസ് ഫെയിൽ, എലൂസിഡേറ്റ്. അതായത് എന്തോ ഒന്ന് എന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ട്, അതായത് കില്ല് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അതായത് എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എലൂസിഡേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് വോണ്ട് യു സെലിബ്രേറ്റ് വിത്ത് മീ എന്ന് പറഞ്ഞിട്ടുള്ള ലൂസിലെ ക്ലിഫ്റ്റൻ്റെ ആ ഒരു പോയത്തിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ്. നമുക്ക് ആൻസർ നോക്കാം. At the final line of "Won't you celebrate with me" flow quickly and smoothly. They ask that the readers come and celebrate with her. The world has tried to kill her and has failed. It has tried to rule out and damage her identity. അതായത് ഈ ഒരു പോയത്തിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്, അതായത് അവൾ ഉയർന്നു വരാൻ ശ്രമിക്കുന്ന സമയത്ത് അവൾ ആരൊക്കെയോ, അതായത് ഈ ലോകം അവളെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്, അവളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അതവളുടെ ഐഡൻറ്റിറ്റിനെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. When the poem ends suddenly with a period after the word fail, this suggests that never will there be a time when she doesn't keep the upper hand over the something try to kill her. Okay, next question. What happened to Malala Yousafzai? എന്താണ് മലാല യൂസഫ്സായിക്ക് സംഭവിച്ചത്? ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമുക്ക് എ സെഞ്ച്വറി ലേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഇംതിയാസ് താക്കറിൻ്റെ പോയത്തിൽ മലാല യൂസഫ്സായിനെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജനറൽ ക്വസ്റ്റ്യൻ ആണെങ്കിലും നമുക്കിത് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, Malala Yousafzai is a Pakistani female education activist and the 2014 Nobel Peace Prize laureate. Taliban gunmen shot her as she rolled home on a bus after taking an exam. A century later by Imtiaz Thakur alludes to the specific event, the shooting of Malala Yousafzai in 2012, a young human rights activist who continues to campaign for the education of women. Her unwavering determination even in the face of death is an inspiration to those that follows. ഈ ഒരു
മലാല യൂസഫ്സായിനെ നമ്മുടെ MT Asnarkറിൻ്റെ പോയത്തിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് എ സെഞ്ചുറി ലേറ്ററിൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഇൻസിഡൻറ്റ് ദാറ്റ് ഡെപിക്ട്സ് കെയർലെസ്നെസ് ഓഫ് അങ്കിൾ പോർജർ. അങ്കിൾ പോർജറിൻ്റെ കെയർലെസ്നെസ് കാണിക്കുന്ന ആ ഒരു ഇൻസിഡൻസ് നരേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജെറോം റിട്ടേൺ ചെയ്തിട്ടുള്ള അങ്കിൾ പോർജർ ഹാങ്സ് എ പിക്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ നമ്മുടെ അങ്കിൾ പോർജറിൻ്റെ ഒരുപാട് കെയർലെസ്നെസ് ആയിട്ടുള്ള ഇൻസിഡൻറ്റ്സ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ജസ്റ്റ് നരേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദർ ആർ എ ലോട്ട് ഓഫ് ഇൻസിഡൻറ്റ്സ് ദാറ്റ് ഡെപിക്ട് ദ കെയർലെസ്നെസ് ഓഫ് അങ്കിൾ പോർജർ. വൺ ഓഫ് ദ ഇൻസിഡൻറ്റ് ഈസ് he was sitting on his cot but blamed the others for failing to find it. Another incident is he was sitting on his cot but blamed the others for failing to find it, and he himself lost the hammer but shouted at others for it. അതിൽ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ കെയർലെസ്നെസ് കാണിക്കുന്ന. അദ്ദേഹം തൻ്റെ കോട്ട് എവിടെയെന്ന് അന്വേഷിക്കുന്നുണ്ട്, മറ്റുള്ളവർ ബ്ലെയിം ചെയ്യുന്നുണ്ട്. പക്ഷേ കോട്ടുമായിരുന്നു അങ്കിൾ പോർജർ ഇരുന്നിരുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു കെയർലെസ്നെസ്സിനെയാണ് കാണിക്കുന്നത്. അതുപോലെ ഹാമർ അദ്ദേഹം തന്നെ കളഞ്ഞിട്ട് എവിടെയെന്ന് അന്വേഷിക്കുന്നുണ്ട്, മറ്റുള്ളവരുടെ മേലിൽ ഷൗട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരു കെയർലെസ്നെസ്സിൻ്റെ ഇൻസിഡൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാറ്റേണൽ ലവ് ഇസ് നോട്ട് ലൈക്ക് എ ബ്രെഡ് ദാറ്റ് ക്യാൻ ബി ബ്രോക്കൺ ഇൻ ടു പീസസ് ആൻഡ് സ്പ്ലിറ്റ് അമംഗ് ദി ചിൽഡ്രൻ ഇൻ ഈക്വൽ ഷെയർസ്. കമൻറ്റ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കമൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് വാറ് എന്ന് പറഞ്ഞിട്ടുള്ള ലൂയി പിരാൻഡലിൻ്റെ വാർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, ആൻസർ നോക്കാം. A father gives all his love to each one of his children without discrimination, whether it be 1 or 10. And if I am suffering now for my 2 sons, I'm not suffering half for my 2 sons. I'm not suffering half for each of them, but double. It is not like a bread that can be broken into pieces and shared among children. Okay, next question. Describe what theme is highlighted through the love story of Miranda and Ferdinand. Miranda and Ferdinandൽ അവരുടെ ആ ഒരു ലവ് സ്റ്റോറിയിലൂടെ എന്ത് തീമാണ് ഹൈലൈറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ ഷേക്സ്പിയറുടെ ഫേമസ് ആയിട്ടുള്ള പ്ലേ ആയിട്ടുള്ള ടെമ്പസ്റ്റിൽ നിന്ന് ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. The theme of love and reconciliation has been highlighted through a love story. Prospero intentionally allows Miranda and Ferdinand to fall in love so that later he may be able to join two hostiles. Okay, next question നോക്കാം. Describe Hans' own experience of early rising on cold mornings. ലിഹാണ്ടിൻ്റെ എക്സ്പീരിയൻസ് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ ആ ഒരു തണുത്ത പ്രഭാതത്തിൽ നേരത്തെ എഴുന്നേൽക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഡിസ്ക്രൈബ് ചെയ്യാനാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഗെറ്റിംഗ് അപ്പോൺ എ കോൾ മോർണിംഗ്സ് ബൈ ലിഹാണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു എസ്സേയിൽ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. ആൻസർ നോക്കാം. Getting upon a cold mornings, Lihan portrays his own experience of early rising on cold mornings. In a mock serious way, he described this experience of sudden transition from warmth to coldness as a hellish torture. According to him, everyone knows that it's pleasant to lie in bed on cold mornings and no one wants to get up at such an early time, but one gets up only due to compulsion. The change in temperature is unbearable and one gets up only due to compulsion. He compares this torture to happy-footed fairies dragging out lost souls from fire and thrusting them into ice. He gives the reason behind this hellish torture. I mentioned that getting up on a cold morning and shaving are punishment given to mankind because of Adam and Eve's sins against God. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് പാരഗ്രാഫായിട്ട് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. സീലിംഗ് 35 ആണ്. ഇനി ലോങ്ങസ്റ്റ് നോക്കാം. 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 2 ക്വസ്റ്റ്യനാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. ഒരു ക്വസ്റ്റ്യന് 10 മാർക്കാണ് കിട്ടുന്നത്.
and a total 20. What pleasure does Lehan discover in his essay Getting Up on a Cold Mornings? അപ്പോൾ ഇത് നമ്മുടെ ലീഹാണ്ടിൻ്റെ എസ്സേ ആയിട്ടുള്ള ഗെറ്റിംഗ് അപ്പ് ഓൺ എ കോൾഡ് മോർണിംഗിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. നമുക്കൊരു എസ്സേ അതിൽ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ എസ്സേ എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് വേണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ലീഹാണ്ടിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ബയോഗ്രഫിയൊക്കെ നമുക്ക് അതിൽ ആഡ് ചെയ്യാം. ദെൻ മിനിമം 3 ബോഡി പാരഗ്രാഫ്, ദെൻ കൺക്ലൂഷൻ. ആ ഒരു രീതിയിലാണ് എസ്സേ എഴുതേണ്ടത്. അപ്പോൾ എസ്സേ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം ഈ എസ്സേ ഞാൻ ഓൾറെഡി ഈ ഒരു ഇത് ഡിസ്കസ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ജസ്റ്റ് കമൻറ്റ് ഓൺ ദി സിംബോളിസം ഓഫ് വാർ ഇൻ ദ പോം എ സെഞ്ച്വറി ലേറ്റർ. എ സെഞ്ച്വറി ലേറ്റർ ബൈ ഇംതിയാസ് താക്കർ. ആ ഒരു പോയത്തിൽ വാർ എന്തിനാണ് സിംബലൈസ് ചെയ്യുന്നത് അതിനെക്കുറിച്ചൊരു കമൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ഡിസ്കസ് ദ കോമിക് എലമെൻറ്റ്സ് ഇൻ ദ ടെക്സ്റ്റ്. അങ്കിൾ പോർച്ചർ ഹാങ്സ് എ പിക്ചർ. ഷോർട്ട് സ്റ്റോറി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അങ്കിൾ പോർച്ചർ ഹാങ്സ് എ പിക്ചർ, ജെറോം കെ ജെറോം, റിട്ടൺ ബൈ ജെറോം കെ ജെറോം. ഓക്കെ, അതിൽ കോമിക് എലമെൻറ്റ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ കോമിക് എലമെൻറ്റ്സ് തന്നെ ഉള്ളൂ അതിലുള്ളത്. ഓക്കെ, നെക്സ്റ്റ് അനലൈസ് ദ ക്യാരക്ടർ ഓഫ് മിറാണ്ട ഫ്രം ഹർ സ്പീച്ച്. ടെമ്പസ്റ്റ്, ഷേക്സ്പിയറുടെ ഫേമസ് ആയിട്ടുള്ള പ്ലേ ആണ് ടെമ്പസ്റ്റ്. അപ്പോൾ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. മിറാണ്ടിൻ്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എസ്സിൻ്റെ ആൻസറൊക്കെ ഞാൻ ഓരോ വർക്ക് ഡിസ്കസ് ചെയ്യുമ്പോഴും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു.